ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം. ഈ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ധനുരാശിക്കാർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് ഈ വർഷം. തൊഴിൽ മേഖലയിൽ പലവിധ തടസ്സങ്ങളൊക്കെ ഇടകാണുന്നുണ്ട്. മുൻപ് പരിഹാരം കണ്ടിരുന്ന പ്രശ്നങ്ങൾ പലതും വീണ്ടും ഉയർന്നു വന്നേക്കാം. സഹപ്രവർത്തകരുമായുള്ള കലഹ വിഷമതകൾ ഉണ്ടായേക്കാം. കുടുംബ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടുവാനും ഇടയുണ്ട്. ആരോപണങ്ങൾക്ക് വിധേയനാകുവാനും സാധ്യത പൊതുവെ ഈ വർഷം കാണുന്നു. വർഷം പകുതിക്ക് മേൽ ചെറിയ രീതിയിലുള്ള മാറ്റം പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി ഗുണങ്ങൾ ഉണ്ടാകാമെങ്കിൽ കൂടിയും കുടുംബപരമായുള്ള പ്രശ്നങ്ങൾക്ക് കുറവ് പ്രതീക്ഷിക്കേണ്ടതായില്ല. പ്രത്യേകിച്ച് ദാമ്പത്യ കലഹം, സന്താന ക്ലേശം എന്നിവ അനുഭവമായേക്കാം. ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങൾ ബാക്കിയാകുന്ന ഒരു സ്ഥിതിവിശേഷവും വന്നു ചേരും. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് മനസ്സ് വേദനിക്കുവാനും ഇടയുണ്ട്. തടസ്സത്തിലുണ്ടായിരുന്നതോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതോ ആയ ധനം ലഭിച്ചേക്കാം ഈ വർഷം. ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങളെ വിശകലനം ചെയ്ത് പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥമായി ദേവീ പ്രീതികരങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഗുണം ചെയ്യും. അശ്വാരൂഢ യന്ത്രം ഏലസായി ധരിക്കുന്നതും ഗുണകരമാണ്.